വിശദമായ വാർത്തയിലേക്ക്. ജിഷ്ണു വിഷയത്തിൽ ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ആസൂത്രിതമെന്ന ഐജി മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്. SUCയെയും സോളിഡാരിറ്റിയും ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആലോചിച്ചുവെന്നും ഡിജിപി ഓഫീസിനുള്ളിൽ സത്യാഗ്രഹം ഇരിക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഡിജിപിക്ക് സമർപ്പിച്ചു. സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നതെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കേരളത്തിലും ഭാഗ്യാന്വേഷികൾ ഉണ്ടാകാം. കേരളത്തിൽ നിന്ന് BJPയിലേക്ക് പോകുമെന്ന് പ്രചരിക്കുന്ന MP-യുമായി സംസാരിച്ചെന്നും അദ്ദേഹം പാർട്ടി വിടില്ലെന്നും ഹസൻ മലപ്പുറത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതി പരാമർശത്തിൽ പ്രതികരണവുമായി ജേക്കബ് തോമസ്. ഉന്നതർക്കെതിരായ അഴിമതി ചോദ്യം ചെയ്താൽ വിജിലൻസ് രാജാക്കുന്നതെങ്ങനെയെന്ന് ജേക്കബ് തോമസ് ചോദിച്ചു. സ്വന്തക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുന്നതും അഴിമതി തന്നെയെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ഡയറക്ടറായി മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൂടുതലല്ലോ എന്നാണ് ജേക്കബ് തോമസിന്റെ മറുപടി. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ട നിലയിൽ. 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞും ഒരു മൃതദേഹം വെട്ടിനുറുക്കി ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ്. മരിച്ച കുടുംബത്തിലെ മകനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി IG മനോജ് എബ്രഹാം പറഞ്ഞു. തിരുവനന്തപുരം നന്തങ്കോട് ബെയിൻസിന് സമീപമുള്ള ഇരുനില വീട്ടിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പുലർച്ചെ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കെടുത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് രണ്ടാമത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് വിശദമായി പരിശോധന നടത്തിയപ്പോൾ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരു മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വീടിന്റെ ഉടമസ്ഥരായ റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കത്തിന്റെയും റിട്ടയർഡ് RMO ഡോക്ടർ ജീൻ പത്മയുടെയും മകൾ ഡോക്ടർ കരോളിന്റെയും മൃതദേഹങ്ങളാണ് കത്തിയ നിലയിൽ കാണപ്പെട്ടത്. ജീൻ പത്മയുടെ സഹോദരി ലളിതയുടെ മൃതദേഹം വെട്ടിനുറുക്കി കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾ 3 ബാത്റൂമിലും 1 ഹാളിലുമാണ് കിടന്നത്. മൃതദേഹങ്ങൾക്ക് കാലപ്പഴക്കമുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ IG മനോജ് എബ്രഹാം പറഞ്ഞു. ഒരു 3 ദിവസത്തിൻ്റെ ഒരു കാലപ്പഴക്കം കാണുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിൻ്റെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഒരാൾ മിസ്സിംഗാണ്. അപ്പം മിസ്സിംഗായ ആൾക്ക് വേണ്ടി നമ്മൾ പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കൊലപാതകത്തിൽ മകൻ സെഡാലിൻ രാജയാണ് പോലീസ് തിരയുന്നത്. വീട്ടിൽ തീയുയരുന്ന സമയം സെഡാലിൻ വീട്ടിൽ നിന്ന് മതിൽ ചാടി പോകുന്നത് കണ്ടതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സെഡാലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം എന്നിവർ വീട്ടിൽ വിശദമായി പരിശോധന നടത്തി. പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പീഡനമെന്ന് പരാതി. ആലപ്പുഴ കാറ്റാനം കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം. വാർത്തകളിലേക്ക്. സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ പ്രവർത്തിച്ചാൽ സർക്കാർ നടപടിയെടുക്കുമെന്നും സർക്കാരിന് ആവശ്യം നേരിന്റെ പക്ഷത്തുള്ള പോലീസിനെയെന്നും പിണറായി. നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി, സമൂഹത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി നിലപാടുകൾ എടുത്താൽ അതിനോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വക്രബുദ്ധിക്കാർ നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പുറപ്പെട്ടാൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വക്രബുദ്ധിക്കാരുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന നില സർക്കാർ സ്വീകരിക്കുകയുമില്ല. അത് സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. തെറ്റായ ഒന്നും പൊറുപ്പിക്കില്ല. അതേസമയം നല്ല രീതിയിൽ ശരിയായ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ഓശാന പെരുന്നാളിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് M സൂസൈപാക്യം വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പാളയം സമാധാന രാജ്ഞി ബസുലിക്ക, പേരൂർക്കര ലൂർദ് ഹിൽ ദേവാലയം, നെട്ടയം ലിറ്റിൽ ഫ്ലോ ചർച്ച് തുടങ്ങിയവിടങ്ങളിലും തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു.
ഭരണാധികാരികൾ സ്തുതിപാഠകരെ സൂക്ഷിക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഓശാനയോടനുബന്ധിച്ച് എറണാകുളം സെന്റ് ബസേലിക്ക പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു മാർ ജോർജ് ആലഞ്ചേരി. രാവിലെ 7 മണിയോടെയാണ് ബിഷപ്പ് ഹൌസിലെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കത്തീഡ്രലിലേക്കുള്ള കുരുത്തോല പ്രദക്ഷിണം നടന്നു. കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇശൽ ലൈല അവാർഡ് ശ്രദ്ധേയമായി. ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ അവാർഡ് നിശയിൽ പങ്കെടുക്കാൻ 10,000-ങ്ങളാണ് എത്തിച്ചേർന്നത്. തൃശൂർ പൂങ്കുന്നം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം പൂജാരിമാർക്കും ജീവനക്കാർക്കുമായാണ് ഫ്ളാറ്റ് സമുച്ചയം തുറന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാൺരാമന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ സമീപനം ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കല്യാൺ സിൽക്ക് MD TS പട്ടാഭിരാമൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.